എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ചാൾസ് ബെർമിയോയെ കുറിച്ചാണ്. അദ്ദേഹം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെ നല്ല ഒരു മാതൃകയാണ്. സെന്റ് ചാൾസ് ബെർമിയോ കത്തോലിക്ക സഭയിലെ മഹാനായ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം 1538 ഇറ്റലിയിലെ അരോണയിൽ ജനിച്ചു. ബാല്യകാലം മുതലേ ഭക്തിയും വിനയവും നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചെറുപ്പം മുതൽ തന്നെ ദൈവസേവനത്തിലേക്കുള്ള ആകർഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പഠനത്തിൽ ഏറെ മിടുക്കനായ ചാൾസ് പിന്നീട് മതപഠനത്തിലും സഭാ നിയമങ്ങളിലും നിപുണനായി. യൗവനത്തിൽ അദ്ദേഹം റോമിൽ പോയി പഠനം പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം പോപ്പ് പിയൂസ് നാലാമന്റെ സഹായിയായി സേവനം അനുഷ്ഠിച്ചു. ആ കാലത്ത് സഭയിൽ ഉണ്ടായിരുന്ന പല തെറ്റുകളും അഴുക്കുകളും മാറ്റി നല്ലൊരു പുനരുജ്ജീവനം കൊണ്ടുവരാൻ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ചാൾസ് ബെർമിയോ ട്രെന്റ് കൗൺസിൽ എന്ന സഭാ പുനരുജ്ജീവന യോഗത്തിൽ നിർണായക പങ്ക് വഹിച്ചു. മഹാമാരി കാലത്ത് ജനങ്ങൾക്കിടയിൽ നേരിട്ട് സേവനം ചെയ്തതിലൂടെ അദ്ദേഹം തന്റെ ജീവിതം തന്നെ ദൈവസേവനത്തിനായി സമർപ്പിച്ചു. പാതിരിമാരുടെയും വിശ്വാസികളുടെയും ജീവിതം വളർത്താനും അദ്ദേഹം നിരവധി നിർദ്ദേശങ്ങളും പാഠശാലകളും ആരംഭിച്ചു. സഭയിലെ ശാസനയും ആത്മീയതയും ശക്തിപ്പെടുത്താൻ അദ്ദേഹം മധ്യസ്ഥനായാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വാസ പരിശീലകരുടെ മധ്യസ്ഥൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സെന്റ് ചാൾസ് ബെർമിയോ 1584 നവംബർ 3 സ്വർഗസ്ഥനായി. അദ്ദേഹത്തിന്റെ തിരുനാൾ നവംബർ 4 ആചരിക്കുന്നത്. സെന്റ് ചാൾസ് ബെർമിയോയുടെ ജീവിതം നമുക്ക് വളരെ അധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.